നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസത്തിൽ അവർക്ക് 2000 രൂപയുടെ പെൻഷൻ വിതരണമാണ് നടക്കുക. ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും മെയ് മാസത്തിലെ 1000 രൂപയും കൂടി 2000 രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുക. ആർക്കെല്ലാമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക, അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടും ഇതുവരെയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ കൊടുത്ത അപേക്ഷകളിൽ അക്കൗണ്ട് നമ്പർ മാറ്റലടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. മാസം 2000 രൂപയുടെ പെൻഷൻ വിതരണമാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പല ആളുകൾക്കും ഇതുവരെ 3000 രൂപ ലഭിച്ചു, ചില ആളുകൾക്ക് 2000 രൂപ ലഭിച്ചു, ചില ആളുകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. എല്ലാത്ത ആൾക്കും നോ എന്നും കമൻറ്റ് രേഖപ്പെടുത്തുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലും നല്ല തിരക്കായിരുന്നു. ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളാണ് ഒരുമിച്ച് അപേക്ഷ കൊടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരുന്നു. നമ്മുടെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം തെറ്റിയിരുന്നെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയും പിന്നീട് തിരുത്താനുള്ള ടൈം ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത സമയത്ത് അക്കൗണ്ട് നമ്പർ തെറ്റിയിരുന്നെങ്കിൽ അത് അവർ ശ്രദ്ധിക്കാതെ അത് അപ്രൂവ് ചെയ്തു. അതിനുശേഷം പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ അക്കൗണ്ട് നമ്പർ തെറ്റിയായത് കൊണ്ട് തന്നെ നമ്മുടെ പണം അക്കൗണ്ടിൽ വരാതെ അത് തിരിച്ച് സർക്കാരിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അതിലെ അക്കൗണ്ട് നമ്പർ തിരുത്താനുള്ള അവസരമുണ്ട്. അന്ന് കൊടുത്തിരുന്ന അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളാണെങ്കിലും അതല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് നമ്പർ ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ അതിൽ ആഡ് ചെയ്യാം. നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ പുതിയ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയുമായി നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണോ അപേക്ഷ കൊടുത്തത് അവരുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപേക്ഷയിൽ തിരുത്താം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ പൂർണ്ണമായി മാറ്റാം. അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ തെറ്റുകൾ തിരുത്തുക എല്ലാം ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയ് മാസം മുതൽ നിങ്ങൾക്കും പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ്. നിങ്ങൾക്കും അത് അപ്രൂവൽ ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 2 മാസത്തെ പെൻഷനാണ് ഇനി ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും മെയ് മാസത്തിലെ 1000 രൂപയും കൂടി 2000 രൂപ ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഇന്നാണ് ഇപ്പോൾ പുതിയ സർക്കാർ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങൾ തന്നെ അത് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും തുടർന്ന് വരുന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായ തീയതി അറിയിക്കുക. ഏതായാലും 26-ാം തീയതിയോ 27-ാം തീയതിയോ തന്നെ നമ്മുടെ പണം അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, ലൈക്ക് കൂടി അടിക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.